ചെക്ക് ചെയ്ത് ഇവിടെ ഉണ്ട്. ഇതെന്താ ഓഫീസർ ഇതുവഴി? ഒന്ന് ഫോൺ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, അടുത്തെങ്ങാനും വലിയ ജപ്തി നടപടികളും ഉണ്ടായിരുന്നു? മിക്കവാറും ഉണ്ടാവും. തന്റെ കുറച്ച് കുന്നുമലം ജപ്തി ചെയ്യേണ്ടി വരും. കുടിക്കാൻ എന്തെങ്കിലും എടുത്താലേ ആ തോന്നലുകളൊക്കെ അങ്ങ് മാറും. സ്കോച്ച് എടുക്കട്ടെ? താനിവിടെ സ്കോച്ച് അടിച്ചോണ്ടിരുന്നു. സ്ത്രീ ശക്തിക്കാർ ഇറങ്ങിയിട്ടുണ്ട് തനിക്കെതിരെ. അയ്യോ, അതെന്തിനാ? കാരക്കാമുറി സർവേയിലെ 11/8 എന്ന സർക്കാർ വക ഭൂമിയിലെ കുന്നുമല ഇടിച്ച് കടത്തിക്കൊണ്ടു പോകുന്ന കേസ്. അവരങ്ങനെ പലതും പറയും. മണ്ണെടുക്കാനുള്ള ഉത്തരവേ എന്റെ കയ്യിലുണ്ട്. ഉത്തരവൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിന്റെ മറവില് മാസങ്ങളായി കുന്നിടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. മണ്ണ് വെക്കണ കാശ് ഞാൻ മാത്രമുള്ള ആണോ? കണ്ടോ പറഞ്ഞു കാശിന്റെ കണക്ക് വരെ എത്തിയേ. അല്ല പിന്നെ ഒറ്റ മാസം കൊണ്ട് കുന്നിടിച്ച് മണ്ണ് മാറ്റാന്ന താൻ പറഞ്ഞു. അത് പിന്നെ ഈ നാട്ടുകാരുടെ ബഹളവും സമരക്കാരും ഒക്കെ കൂടി ഒച്ചപ്പാട്. പറഞ്ഞും ചെയ്തൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം. വികസനം കൊണ്ടുവരണം. വികസനം കൊണ്ടുവന്ന് കുടി ഒഴിപ്പിക്കണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞവരൂർ കടവ് വഴിയുള്ള പാലത്തിന് ബഡ്ജറ്റിൽ ടോക്കൺ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ MLA കൂട്ടി വകുപ്പ് മന്ത്രിയെ പോയി കണ്ടാൽ പാലം വരുമ്പോ റോഡ് വരും. റോഡിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടതാരാ? നമ്മളാ. ഇവന്റെയൊക്കെ കിടപ്പാടത്തിന്റെ മുകളിൽ കൂടി തന്നെ നമുക്കതങ്ങ് നടത്താം. ഒട്ടിക്കേ. ഇനി അങ്ങോട്ട് പോകാം. വാ. ഒഴിഞ്ഞു പോകേണ്ടവർക്ക് നേരത്തെ പോവാം. നല്ല വില കിട്ടും. മറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആഫീസിലോട്ട് വന്നാൽ മതി. വാ. അണ്ണാ, ഉടനെ മാറി കൊടുക്കേണ്ടി വരുമോ? പരാതി ബോധിപ്പിക്കാൻ ഒരു 7 ദിവസത്തെ സമയമുണ്ട്. എല്ലാം തീരുമാനിച്ചിട്ട് നോട്ടീസ് ഒട്ടിച്ചതാ. ഇനി പരാതി കൊടുത്തിട്ട് എന്തിനാ? ഇവന്മാര് മാത്രമല്ലല്ലോ ഈ നാട്ടിലുള്ളത്, വേറെ ആളുകളില്ലേ? നമ്മൾ ഇവരുടെ മോളിൽ പരാതി കൊടുക്കും. നിങ്ങൾ എവിടെ വേണോ കൊടുക്ക്, ഒന്നും നടക്കാൻ പോണില്ലല്ലോ. ഒരു സ്ഥലം അക്വയർ ചെയ്യാൻ തീരുമാനിച്ചാൽ സർക്കാർ അത് ഏറ്റെടുക്കും. അതുകൊണ്ട് കടവ് നിവാസികളും ദിവാകര പണിക്കരും തമ്മിലുള്ള ശത്രുതയ്ക്ക് അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ നമുക്കൊണ്ട് എത്തിക്കണം. ഇതിന്റെ എല്ലാം പിന്നിൽ ആ പണിക്കരുടെ ബുദ്ധിയാ. മുമ്പം കണ്ട ഒരു സർക്കാർ ഉത്തരവുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ആ ഉത്തരവിന്റെ മറവിൽ ഇപ്പൊ പാലം വരുമെന്ന് പറയുന്നതൊക്കെ ഞങ്ങളെ പറ്റിക്കാനല്ലേ സാർ? എടോ കാശി, കുന്നിടിക്കുന്നവൻ അത് ഇടിക്കും, വെള്ളത്തിൽ വിഷം കലക്കുന്നവൻ അത് കലക്കും. ചെയ്യരുതെന്ന് പറഞ്ഞാലും തെറ്റ് ആവർത്തിച്ച് ചെയ്യുന്നവരെ പിന്തിരിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. എതിർക്കുക, ശക്തമായിട്ട് എതിർക്കുക. ഒരു പ്രദേശത്തിന്റെ എതിർപ്പിനെ അവഗണിക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. സ്ഥലം ഏറ്റെടുക്കാൻ നോട്ടീസ് ഒട്ടിച്ച സ്ഥിതിക്ക് എത്ര വഴക്കുണ്ടാക്കിയാലും അവരത് ഏറ്റെടുക്കും. വിജ്ഞാപനം ഇറങ്ങി, നോട്ടീസ് ഒട്ടിച്ചു. ഇനി സറണ്ടർ ഫോറമായി നാട്ടുകാരുടെ അടുത്തേക്ക് വരും. പറ്റുമെങ്കിൽ അതിനു മുമ്പ് ട്രൈബ്യൂണലിലൊന്ന് പോയി കാണാം. ട്രൈബ്യൂണലിനെയോ? ഹരിത ട്രൈബ്യൂണലിനെ കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പരിസ്ഥിതിക്ക് ദോഷം വരുന്ന കാര്യമല്ലേ? ആ വഴിക്കൊന്നും നോക്കാം. നോക്കാം സാർ, ആ വഴിക്ക് തന്നെ നോക്കാം. ജഡ്ജിനെ ചേംബറിൽ പോയി കാണണം. വക്കീലിനെ ഞാൻ ഏർപ്പാടാക്കാം. ശരി സാർ, പോട്ടെ. നീ എപ്പോഴാ അങ്ങോട്ട് പോകുന്നത്? കുറച്ച് കഴിഞ്ഞ്. കാശി,
ബാലകൃഷ്ണ സാറിനെ കണ്ടായിരുന്നോ? ആ കണ്ടു. സാറ് പറയുന്നതേ ഈ സ്ഥലമൊക്കെ അറിയാൻ ഓർഡർ ചെയ്ത സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഹരിത ട്രൈബ്യൂണലിൽ കൊണ്ട് അപേക്ഷ കൊടുക്കണമെന്നാ. ആഹാ. പരിസ്ഥിതിക്ക് ദോഷം വരുന്ന കാര്യമായോണ്ട് അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കും. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ഒരു വക്കീൽ മുഖാന്തരം അപേക്ഷ കൊടുക്കണം. വക്കീലിനെയൊക്കെ സാർ അറേഞ്ച് ചെയ്തോളും. നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെയുള്ള എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ഒരു അപേക്ഷ ഉണ്ടാക്കി അതിൽ എല്ലാ നാട്ടുകാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മളെല്ലാം ജനിച്ച അന്ന് മുതൽ ഈ പുഴയോരത്താണ് ജീവിക്കുന്നതെന്നും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഈ കുടുംബങ്ങളുടെ എല്ലാം ജീവിതം നടക്കുന്നതെന്നും നമ്മളെല്ലാം ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി പാർപ്പിച്ചാൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്നും അങ്ങനെ ട്രൈബ്യൂണലിന് നമ്മളോട് അനുകമ്പ തോന്നുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ചേർത്ത് ഒരു അപേക്ഷ കൊടുക്കണം. എന്തുവാടി? അവളാ കാശിയുടെ കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞു പോകുന്നുണ്ടോ? ഞാൻ അജയന്റെ കാര്യം ഓർത്തു. ഞാനിവിടെ നിൽക്കുമ്പോ നീ എന്തിനാടി അജയനെ ഓർക്കുന്ന? കയറിപ്പൊടി ഒരു നല്ല കാര്യം പറയാൻ അവിടെ സമ്മതിക്കില്ല. അജയനെ ഓർത്ത പോയിരുന്ന് കറക്കടാ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. നമ്മുടെ കൊച്ചി കേരളത്തിൽ വളരെയധികം കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. നാട് മലിനപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതാ ഇത്രയധികം കേസ്. ഉം. നമുക്ക് അനുകൂലമായ ഉത്തരവ് വരുമോ വക്കീലെ? പിന്നെ എവിടൊക്കെ പ്രകൃതി നശിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടൊക്കെ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അല്ല, എപ്പോഴാ നമുക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്? 10:30 മണിക്ക് ഓ, കൃത്യസമയം തന്നെ. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നേരത്തെ ഹാജരാക്കിയിട്ടുണ്ട്. ഉണ്ട്. അതുകൊണ്ടാണല്ലോ കൃത്യമായ സമയം അനുവദിച്ചത്. ആ, എന്നാ വാ, നമുക്ക് കയറാം. നമസ്കാരം സർ. വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഭൗതികവും രാസപരവും ജൈവികവുമായ ഘടകങ്ങളെക്കുറിച്ച് പരിശോധിക്കുവാൻ ഏർപ്പാട് ചെയ്യാം. ഞങ്ങളുടെ നാട്ടിലെ മലിനീകരണത്തിന് പിന്നിൽ ഒരൊറ്റ വ്യക്തി മാത്രമാണ് സാർ. അയാളെ എതിർത്തു നോക്കി, അയാൾക്കെതിരെ പരാതി കൊടുത്തു നോക്കി, എന്നിട്ടും പുഴ മലിനീകരണം നടക്കുകയാണ് സർ. നാടിനോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉം. കീടനാശിനികളുടെയും ഹെവി മെറ്റൽസുകളുടെയും പരിശോധനാ റിപ്പോർട്ട് വരട്ടെ. അടുത്ത സിറ്റിങ്ങിന് മുമ്പ് പരിശോധനാ റിപ്പോർട്ടുകൾ ഇവിടെ എത്തിക്കാം സാർ. ഓക്കെ. എന്തായാലും അത് കഴിഞ്ഞിട്ട് വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താം. ആ. അതുപോലെ നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കാണ് പ്രകൃതിയുടെ അനുഗ്രഹം കൂടുതൽ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ സർ? നിങ്ങളോടൊപ്പം ട്രൈബ്യൂണൽ ഉണ്ടാവും എപ്പോഴും. അപ്പോ ശരി. ശരി, താങ്ക് യു Thank you, സാർ. sir. ഓക്കെ. ട്രൈബ്യൂണലിൽ പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ നേരത്തെ കേസ് ഫയൽ ചെയ്യേണ്ടതായിരുന്നു. ക്യാമ്പ് നാളെ തീരും. ഇത്ര പെട്ടെന്നോ? വന്നിട്ട് കുറേ ദിവസമായില്ലേ. കുട്ടികളും ക്യാമ്പ് തീരുന്ന സന്തോഷത്തിലാ. ഇവിടുന്ന് പോകുന്നതിൽ ആർക്കും വിഷമയില്ലേ? നമ്മളാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു മരം നടണം. കാരണം ജലമാണ് ജീവൻ. ജലസംരക്ഷണത്തിന് വേണ്ടിയാണ് മരം നടുന്നത്. മരവും ജലവും മാത്രമല്ല, മനുഷ്യരും ഇവിടെയൊക്കെ ഉണ്ട്. വല്ലപ്പോഴും ഇത്തിരി സ്നേഹം അവർക്കൂടെ കൊടുക്കണം. വല്ലപ്പോഴും ആക്കണ്ട, സ്ഥിരമായിട്ടങ്ങ് സ്നേഹിച്ചാലോ? ചെറിയൊരു വീട്, ഗ്രാമപ്രദേശം, കൃഷിപ്പണി, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളിനെ വേണം സ്നേഹിക്കാൻ. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അടുത്ത് തന്നെ നിൽപ്പുണ്ടെങ്കിലോ? അപ്പൊ പിന്നെ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട.